അമ്മേ, ദേവേട്ടനാ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് രമ്യ ഡോർ തുറന്നു. ദേവനോ? എന്താ മോനെ ഈ നേരത്ത്? അകത്ത് കയറി വന്ന ദേവനോട് രവിയുടെ അമ്മ ജാനകി ചോദിച്ചു. ഞാൻ ഇതിലേ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാ. ഇവിടേക്ക് വരുന്നത് കൊണ്ടാണല്ലേ ഏട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? രവിയുടെ അനിയത്തി സൂര്യ ചോദിച്ചു. ഇല്ല, രവി എൻ്റെ കൂടെ വന്നിട്ടില്ല. ദേവേട്ടനെ ഏട്ടൻ തനിച്ച് ഇത്രയും ദൂരം വിട്ടോ? എങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടല്ലോ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഏട്ടൻ വിളിക്കുന്നതാ. ഇന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുപാട് തവണ അങ്ങോട്ട് വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, രമ്യ പറഞ്ഞു. ഞാൻ ഇത്രയും ദൂരം വരുന്ന കാര്യം അവൻ അറിയില്ല. പിന്നെ അവൻ്റെ ഫോണിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ ചെന്നിട്ട് വിളിക്കാൻ പറയാം. കയറിയതല്ലേ ഉള്ളൂ, ഇരിക്കും മോനെ, ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് രവിയുടെ അമ്മ ദേവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവൻ സെറ്റിയിലിരുന്നപ്പോൾ രവിയുടെ അമ്മ ചോദിച്ചു. മോൻ കഴിച്ചിട്ടാണോ വന്നത്? അതെ അമ്മേ, എനിക്ക് വേഗം പോകണം, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ രാത്രിയിൽ ഇനി എവിടെയും പോകണ്ട, രാവിലെ പോയാൽ മതി, ജാനകി പറഞ്ഞു. ഇല്ല, രാവിലെ എനിക്ക് ഓഫീസിലെത്താനുള്ളതാ. എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. വന്നിട്ട് ഒന്നും കഴിക്കാതെ പോവോ ഏട്ടാ? ദോശയും ചമ്മന്തിയും ഉണ്ടാക്കട്ടെ? രമ്യ ചോദിച്ചു. വേണ്ട മോളെ, ഞാൻ ഇറങ്ങുക. ഇതുവരെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോവുകയാണോ മോനെ? എങ്കിൽ ഒരു ബ്ലാക്ക് ടീ മതി. ബ്ലാക്ക് ടീയോ? അത് ദേവേട്ടന് ഇഷ്ടമല്ലെന്ന് ഏട്ടൻ പറയാറുണ്ടല്ലോ, സൂര്യ പറഞ്ഞു. ഇപ്പോൾ അത് മാത്രം മതി. രമ്യ ചായ ഉണ്ടാക്കാനായി അകത്തേക്ക് പോയി. രമ്യ ചേച്ചിയുടെ കല്യാണത്തിന് ഏട്ടൻ്റെ കൂടെ ദേവേട്ടനും വരണം കേട്ടോ. കല്യാണത്തിന് വരാം, ഏട്ടൻ്റെ കൂടെ ഉണ്ടാവില്ല. ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ ശരിയാവില്ല. ഈ ബിസിനസ്സായ ഇതാ ഏട്ടാ കുഴപ്പം. എവിടെയെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ദിവസം ലീവ് എടുക്കായിരുന്നു. ദേവൻ സൂര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. രമ്യ ബ്ലാക്ക് ടീ കൊണ്ടുവന്ന് ദേവന് കൊടുത്തു. അത് കുടിക്കുന്നതിനിടയിൽ ദേവൻ ചോദിച്ചു. കല്യാണം ഉറപ്പിച്ചെന്ന് കരുതി പഠിക്കാതിരിക്കുന്നൊന്നുമില്ലല്ലോ? ഡിഗ്രി ഫൈനൽ ഇയറാ, അത് ഓർമ്മ വേണം. ഏതെങ്കിലും സബ്ജക്റ്റിൽ തോറ്റാൽ അടുത്ത വർഷം എഴുതിയെടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇല്ല ഏട്ടാ, പഠിക്കുന്നുണ്ട്. നീയോ? ദേവൻ സൂര്യയോട് ചോദിച്ചു. 10ാം ക്ലാസ്സിലെ പോലെ 95% മാർക്കൊന്നും ഉണ്ടാവില്ല ഏട്ടാ. എങ്കിലും ഒരു 90 ഒപ്പിക്കാം. ഇവർക്കിവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? ഇരുന്ന് പഠിക്കേ വേണ്ടൂ. എൻ്റെ കുട്ടി എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ഈ പ്രായത്തിലൊക്കെ അവൻ കുടുംബം നോക്കാൻ വേണ്ടി പണിയെടുക്കുക. ദേവൻ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അവിടെ നിന്ന് എഴുന്നേറ്റു. ബ്ലാക്ക് ടീ കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് രമ്യയ്ക്ക് കൊടുത്ത്, ഞാൻ ഇറങ്ങുക അമ്മേ. ഈ രാത്രിയിൽ പോണോ മോനെ? രാവിലെ പോയാൽ പോരെ? അല്ല, പോട്ടെ എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് ഇറങ്ങി. ദേവൻ കാറിൽ കയറിയിരുന്നു. രവി, നീ എവിടെയാടാ? എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? നീ എന്നെ വിട്ടു പോകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. നീയില്ലാതെ എനിക്ക് പറ്റില്ലടാ. ഒന്ന് എൻ്റെ അടുത്ത് വായോ. അവൻ അവിടുന്ന് പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്ന് സ്വരലയത്തിന് മുന്നിൽ കാർ നിർത്തി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ കണ്ടു, ആകെ കാട് പിടിച്ചു കിടക്കുന്നു. അമ്മയും ഏട്ടനുമൊത്തുള്ള സന്തോഷത്തിൻ്റെ നാളുകൾ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞുപോയി. തുടർന്നെത്തിയത് ആസൂത്രണത്തിൻ്റെയും കൊടും വഞ്ചനയുടെയും ഇരുളടഞ്ഞ നാളുകളായിരുന്നു. അന്നത്തെ ആ ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചത് അവനായിരുന്നു. സമനില തെറ്റി താൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് മനസ്സിനെ ഒട്ടും നോവിക്കാതെ, ഒരു പരാതിയുമില്ലാതെ സ്വന്തം മനസ്സിനെ പോലെ എന്നെയും ചേർത്ത് പിടിച്ച് മുത്തശ്ശി കഥ പോലെ അവൻ പറഞ്ഞു കേൾപ്പിച്ചു. പുതിയൊരു ജീവിതത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ കൈ പിടിച്ചുയർത്തിയതും അവനാ. തൻ്റെ മുഖമൊന്നു വാടിയാൽ അരികിൽ ഓടിയെത്തുന്ന ഒരു സഹോദരൻ്റെ കരുതൽ എപ്പോഴും അവൻ കാത്തു സൂക്ഷിച്ചിരുന്നു. തനിക്കെന്നും കൂട്ടായി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ആ മനസ്സിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്താൽ ഞാൻ നഷ്ടപ്പെടുത്തിയത് എത്ര വില കൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒരു ആത്മമിത്രത്തെയാണ്. രവി എന്ന് ഉറക്കെ വിളിച്ച് കരയണമെന്ന് അവന് തോന്നി. കണ്ണുകളടച്ച് കുറച്ചുനേരം അനങ്ങാതെ അവൻ ഇരുന്നു. പിന്നീട് പതിയെ സ്റ്റിയറിങ്ങിലേക്ക് തല ചായ്ച്ചു വെച്ചു. പുലർച്ചെ രാമേട്ടൻ ഉണർന്നു വരുമ്പോൾ ഗൗരി ലിവിംഗ് ഹാളിൻ്റെ സെറ്റിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നത് കണ്ട് വേഗം ചെന്ന് അവളെ വിളിച്ചു. ഞെട്ടി ഉണർന്നതും, സാർ വന്നോ രാമേട്ട? മോള് റൂമിൽ പോയി കിടന്നില്ലായിരുന്നോ? റൂമിൽ ചെന്ന് കിടന്ന സാറ് വന്ന് വിളിച്ച ഉറക്കത്തിൽ അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഇവിടെ തന്നെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി, ഇതുവരെയും വന്നില്ല. എവിടെ പോയതായിരിക്കും? കുഞ്ഞ് രവിയെ അന്വേഷിച്ച് ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. അതാ എനിക്ക് പേടി. ആ ഭരതൻ്റെ വീട് അവിടെ അടുത്താ. ഭരതനോ? അതാരാ? ഭാനുക്കുഞ്ഞിൻ്റെ ഏട്ടനാ.
മഹാദുഷ്ടനാ. സ്വത്തിനു വേണ്ടി കുഞ്ഞിനെ ഉപദ്രവിച്ചെന്ന് വരും. ഒരാപത്തിലും ചെന്ന് ചാടാതെ വേഗം തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് രാമേട്ടൻ അടുക്കളയിലേക്ക് പോയി. നേരം വെളുത്തപ്പോൾ ഗൗരി മുറ്റമടിക്കാനായി ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി. ദേവന്റെ കാർ പോർച്ചിൽ കിടക്കുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ അതിനരികിലേക്ക് ചെന്നു. സീറ്റ് അല്പം ചരിച്ചു വെച്ച് ദേവൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട് ഗൗരിക്ക് വല്ലാതൊരാശ്വാസവും സന്തോഷവും തോന്നി. അവൾ അവനെ വിളിച്ചുണർത്തി. ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും ഗൗരി ദേവനോട് ചോദിച്ചു, എപ്പോഴാ വന്നത്? എന്താ വിളിക്കാതിരുന്നത്? അവൻ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. അവൾ വേഗം കിച്ചണിലേക്ക് ചെന്നു. രാമേട്ട, സാറ് വന്നിട്ടുണ്ട്. കാറിൽ കിടക്കുകയായിരുന്നു. ഞാൻ ചായ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു കപ്പ് ചായ എടുത്ത് അവൾ ദേവന്റെ റൂമിലേക്ക് ചെന്നു. ഡോറിൽ മുട്ടിയിട്ടും തുറക്കാത്തതുകൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ദേവൻ വാഷ്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അല്പനേരം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അവൻ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കുളി കഴിഞ്ഞ് ബാത്ത് ടവൽ മാത്രം ചുറ്റി പുറത്തിറങ്ങിയ ദേവനെ കണ്ട് അവൾ തിരിഞ്ഞു നിന്നു. ദേവൻ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ടേബിളിന് മുകളിൽ വെച്ച ശേഷം അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഡോറിന് പുറത്തേക്ക് നിർത്തി. ഡോർ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ഏയ്, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കിരി കിരേന്ന് ചീവീടിനെ പോലെ മൂളി ചെവി തുളയ്ക്കാതെ പോ. എനിക്കിപ്പോൾ കുറച്ച് സ്വസ്ഥത വേണ്ടത് എന്ന് പറഞ്ഞ് ദേവൻ ഡോർ അടച്ച് ലോക്ക് ചെയ്തു. അവൾക്ക് വല്ലാതെ നിരാശയും ദേഷ്യവും തോന്നി. അവൾ ദേഷ്യത്തോടെ കിച്ചണിലേക്ക് വരുന്നത് കണ്ട് രാമേട്ടൻ ചോദിച്ചു, എന്താ മോളെ കുഞ്ഞു പറഞ്ഞത്? എന്തെങ്കിലും ചോദിക്കാൻ സമ്മതിച്ചാലല്ലേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നപ്പോൾ രാമേട്ടൻ ചോദിച്ചു, കുഞ്ഞേ, രവി? അറിയില്ല രാമേട്ട. അറിയാവുന്നവരെയൊക്കെ വിളിച്ച് ചോദിച്ചു. ആരും തന്നെ അവനെ കണ്ടിട്ടില്ല. അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ അന്വേഷിച്ചു. എവിടെയും ചെന്നിട്ടില്ല. എന്തിനാ അവൻ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത്? അവന് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ട് കുഞ്ഞേ. അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യില്ല. കുഞ്ഞിനി ഓഫീസിലേക്കല്ലേ? അതെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ എത്തില്ല. എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കൂടി പോകാനുണ്ട്. ദേവൻ ഓഫീസിൽ പോയതിനു ശേഷം ബാനു കിച്ചണിലേക്ക് ചെന്നു. പനി നന്നായി മാറിയോ ബാനുക്കുഞ്ഞേ? എനിക്കിപ്പോൾ ഒന്നുമില്ല രാമേട്ട. ദേവൻ ആകെ തകർന്നു പോയല്ലേ. ഈയൊരവസ്ഥയെ തരണം ചെയ്ത് കിട്ടിയല്ലോ. അത് തന്നെ നല്ല ലക്ഷണാ ബാനുക്കുഞ്ഞേ. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. മനസ്സിന് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അപ്പോൾ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. പാവ രവി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവന് കുഞ്ഞിനെ നല്ല ഇഷ്ടാ. വയ്യാണ്ടായിരുന്ന സമയത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കുമായിരുന്നു. കഴിക്കാൻ കൊടുക്കുകയും കുളിപ്പിക്കുകയും മറ്റെല്ലാം, ഒരു മടിയും കൂടാതെ. അവൻ കുഞ്ഞിനെ നോക്കുന്നത് ഒരു ജോലിയായിട്ടല്ല, സ്വന്തം ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടിരുന്നത്. എൻ്റെ മോൻ്റെ ഭാഗ്യ രാമേട്ട രവി. മഹിയുടെ ആത്മാവാവും ചിലപ്പോൾ രവിയെ ദേവൻ്റെ അടുത്തേക്ക് എത്തിച്ചത്. അതുപോലെ ഗൗരിയും. രാമേട്ടൻ ഇന്നലെ പറഞ്ഞത് ആ കുട്ടിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഗൗരിമോള് ദേവൻ്റെ ഭാര്യയല്ലെന്നും ഇവിടെ അഭയം കൊടുത്തിരിക്കുകയാണെന്നും ദയവ് ചെയ്ത് ഇനി പറയരുത് രാമേട്ട. ആ കുട്ടിയുടെ മനസ്സിലേക്കും ദേവൻ്റെ ഭാര്യയാണെന്ന ചിന്ത വരണം. ഏതോ ഒരു വാശിക്ക് എടുത്ത തീരുമാനമാണെങ്കിലും അവൾ എൻ്റെ മോൻ്റെ മനസ്സിന് ആശ്വാസമാകുന്നുണ്ട്. അവളെന്നും ദേവൻ്റെ ഭാര്യയായി തന്നെ ഇരിക്കണം. നല്ല കുട്ടിയാ, എല്ലാവരോടും സ്നേഹമുണ്ട്. കുഞ്ഞിനോട് മാത്രം കുറച്ച് ദേഷ്യവും വാശിയും കാണിക്കുന്നത്. അതുണ്ടാവുമല്ലോ. ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെയല്ലേ കുഞ്ഞ് ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. ആ കുട്ടിക്ക് മറ്റാരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അതൊന്നും ഓർക്കാതെ കുഞ്ഞ് ചെയ്തതും തെറ്റല്ലേ. അതാ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മായാൻ കുറച്ച് സമയമെടുക്കും. അത് കുഞ്ഞിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാ ഗൗരിമോള് ദേഷ്യവും വാശിയും കാണിക്കുമ്പോൾ ഇപ്പം മറുത്തൊന്നും കുഞ്ഞു പറയാത്തത്. മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. രണ്ടാളും പരസ്പരം നല്ല വഴക്കായിരുന്നു. കുറച്ചൊക്കെ ഭാനുക്കുഞ്ഞും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനെല്ലാം കേട്ടിരുന്നു രാമേട്ട. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ദേവൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നാ. എന്നാൽ ഇപ്പം അവൻ അവളെ ഇവിടുന്ന് എവിടെയും പറഞ്ഞു വിടില്ലെന്ന് മനസ്സിലായി. ഓഫീസിലെത്തി ദേവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റുമായുള്ള മീറ്റിംഗ് ഹാളിലേക്ക് പോയി. മീറ്റിംഗ് തുടങ്ങി അല്പസമയത്തിന് ശേഷം അപർണ ധൃതിയിൽ ചെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ക്ലയൻറ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനുവാദം വാങ്ങാതെ അകത്ത് കയറിയ അപർണയെ കണ്ട് ദേവന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു, ഗോ. ദേവന്റെ നോട്ടത്തിൽ പേടിച്ചുപോയ അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, സർ, ഒരു കാര്യം പറയാൻ.
മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. എന്ത് കാര്യമാണെങ്കിലും അപ്പം സംസാരിക്കാം. ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി സർ, അവൾ പേടിയോടെ പറഞ്ഞ് മീറ്റിംഗ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി.